ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ എൻ വിജയകുമാറിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് മുൻ ദേവസ്വം ബോർഡ് അംഗമാണ്, പത്മകുമാറിൻ്റെ കാലത്തായിരുന്നു അംഗമായിരുന്നത്. പക്ഷേ ശങ്കർദാസിലേക്ക് വരുന്നില്ല. പി കെ ശങ്കർദാസ് ഉണ്ടല്ലോ, നമ്മുടെ DIG ഹരിശങ്കറിന്റെ അച്ഛൻ, പക്ഷേ വന്നിട്ടില്ല, മുൻകൂർ ജാമ്യം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇയാൾ നേരത്തെ കൊടുത്തിരുന്നു. ഇപ്പോൾ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള വിജയകുമാരൻ നേരത്തെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിരുന്നു. അതിനുശേഷം അയാളിന് വിഡ്രോ ചെയ്തിരുന്നു. കാരണം അയാളുടെ കുടുംബക്കാരെ മനസ്സിലാക്കിയത് കുറച്ച് ഈശ്വരവിശ്വാസികളാണ്. അവർ ഈശ്വരവിശ്വാസികളായതിൻ്റെ പേരിൽ അയ്യപ്പൻ്റെ മുതൽ മോഷ്ടിച്ചതിൽ അവർക്ക് വളരെ വേദനയുണ്ട്, വളരെ സങ്കടമുണ്ട്. അതുകൊണ്ട് വീട്ടുകാരുടെ പ്രഷറിൽ ആണ് ഞാൻ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിക്കുന്നത് എന്നുള്ള വിജയകുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഘടകം ശരിക്കതാണ്. ഈശ്വരവിശ്വാസമുള്ള ആളുകളുടെ കുടുംബത്തിൽ നിന്ന് വന്നിരിക്കുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് പ്രശ്നമുണ്ട്. പക്ഷേ ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ശങ്കർദാസിനെ സംബന്ധിച്ച് സാധ്യമല്ല. കാരണം അയാളുടെ മകനാണ് എനിക്ക് തോന്നുന്നത് അവിടെ ആ സ്ത്രീകളെയൊക്കെ ശബരിമല കൊണ്ടുപോയ അയാളുടെ മകനാണ്, മഹാവൃത്തിയേട്ടവനാ. ഇപ്പോൾ DIG കണ്ടായിട്ടിരിക്കാമെന്നുണ്ട് അയാൾ. ഈ മനുഷ്യനാണ് ശബരിമലയിലേക്ക് ആളുകൾ കൊണ്ടുപോയിട്ടുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെ വലിയൊരു പോലീസ് ബന്ധം ഇയാളെ സംബന്ധിച്ചുണ്ട്, ശങ്കർദാസിനുണ്ട്. ആ പോലീസ് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടല്ലോ ഈ ശങ്കർദാസിന് കസ്റ്റഡിയിലേക്ക് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉടനെ തന്നെ ഇവരൊക്കെ തന്നെ പറഞ്ഞിട്ട് അയാൾ ഉടനെ മുൻകൂർ ജാമ്യത്തിന് പോയി. അയാൾ മുൻകൂർ ജാമ്യം പിൻവലിച്ചിട്ടില്ല. കാരണം അയാൾക്ക് സത്യത്തിൽ ഈശ്വരവിശ്വാസവും ഇല്ല. അയാളെ സംബന്ധിച്ച് പാർട്ടിയാണ് വലുത്. പാർട്ടിയുടെ തിട്ടൂരം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ആളാണ് ശങ്കർദാസ്. അതുകൊണ്ടാണ് അയാളുടെ മകൻ DIG ആയിരിക്കുന്ന സമയത്ത് പോലീസിനെ ഈ സ്ത്രീകളെ കൊണ്ടുപോയത്. ഒരിക്കലും ശബരിമലയിൽ വിശ്വാസമില്ലാത്ത സ്ത്രീകളെ സന്നിധാനത്തിലേക്ക് എത്തിച്ചത് ശങ്കർദാസിൻ്റെ മകനാണ്. അയാളുടെ മകൻ എത്തിക്കാൻ കാരണം അതാണ്, ഹരിശങ്കർ. അയാൾ എത്തിക്കാനുള്ള കാരണം അയക്ക് ഇത്തരം കാര്യങ്ങളിൽ യാതൊരു വിശ്വാസവും ഇല്ല. ഇയാൾ അതുപോലെ തന്നെ ഈ ശബരിമലയിൽ ഹിന്ദു വേട്ട നടത്തിയതിൽ ഈ പറയുന്ന വിശ്വാസികളായിട്ടുള്ള അയ്യപ്പന്മാരെ അടിച്ചോടിക്കുന്നതിൽ ഏറ്റവും ക്രൂരമായ നടപടി സ്വീകരിച്ചതും ഈ ഹരിശങ്കറാണ്. അതെ, അതിക്രൂരമായിട്ടാണ് അയ്യപ്പന്മാരെ അന്ന് മർദ്ദിച്ചത്. അതെ അതെ. അല്ല, ഹരിശങ്കറിനെ സംബന്ധിച്ച് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല. അയാളെ സംബന്ധിച്ച് ഈ പോലീസ് പണി പോലും അയാൾക്ക്, ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന അയാളുടെ ഭാര്യയുടെ അച്ഛനാരണ്ടൊക്കെ ഈ പാലത്തിൻ്റെ പണിയൊക്കെ എടുത്ത് നടത്തുന്നുണ്ട്. വലിയ കോൺട്രാക്ടറൊക്കെ അയാളാണ് ആ കോവിഡിൻ്റെ കാലത്തൊക്കെ പുനരൂരി കൂടി വണ്ടി ഓടിച്ച് നടന്നിരുന്ന ഈ കക്ഷികളാണ്. ഇവർക്ക് നിയമമൊന്നും ബാധകമല്ല. കാരണം കേരളത്തിൽ ഒരു നിയമവും ബാധകമല്ലാത്ത DIG ആണ് ഹരിശങ്കറിനെ പോലുള്ള ആളുകൾ. അയാളുടെ അമ്മായി അച്ഛൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ അയാളുടെ അച്ഛൻ എങ്ങനെയാണ്. ഇവരൊക്കെ തന്നെ ഈ ശബരിമലയിൽ നിന്നുള്ള കൊള്ള പണം ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായുള്ള നിരവധി കച്ചവടങ്ങൾ നടത്തി വരുന്ന ആളുകളാണ്. ഈ കച്ചവടങ്ങൾ നടത്തി വരുന്ന ആളുകൾ ആ കച്ചവടത്തിൻ്റെ പോഷണം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അവർക്ക് ശബരിമല അവർക്കൊരു വിഷയമേ അല്ല. അവർക്ക് ശബരിമല കിട്ടിയതിൻ്റെ പേരിലായി എക്സൈസ് വകുപ്പ് ഏൽപ്പിച്ചിരുന്ന യാൾ ചെയ്തേനെ കേട്ടോ. ഇപ്പോൾ എക്സൈസ് വകുപ്പിലായിരുന്നെങ്കിലും കമ്മീഷൻ കിട്ടുന്ന സാധനമാണെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്ന വിദ്വാന്മാരെല്ലാം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇവർക്ക് ശബരിമല സന്നിധാനവും എക്സൈസ് വകുപ്പും അല്ലെങ്കിൽ മറ്റ് മോഷണിക്കാൻ സാധിക്കുന്ന എല്ലാ വകുപ്പുകളും ഇവരെ സംബന്ധിച്ച് ഒരേപോലെയാണ്. ഒരുപോലെ അതിൻ്റെ പേരിൽ ഇവർ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ശബരിമലയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ശങ്കർദാസിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അയാൾ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ളത് പാർട്ടിയുടെ തിട്ടൂരപ്രകാരമാണ്. ആ പാർട്ടിയുടെ ആളായിട്ട് അയാൾ ശബരിമലയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം അയാൾ ഉദ്ദേശിക്കുന്നത് ശബരിമലയിലെ വസ്തുക്കൾ മോഷ്ടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇതൊക്കെ അന്വേഷണം നടത്തേണ്ടതല്ലേ? അതിന് അയാൾ മാത്രമൊന്നുമല്ല, ഈ ശങ്കർദാസ് വേണം, ഇവിടുത്തെ മന്ത്രിമാരെ കുറിച്ച് വേണം, ഇവരെക്കുറിച്ചൊക്കെ യഥാർത്ഥത്തിൽ അന്വേഷണം വേണ്ടതാണ്. ഇപ്പോൾ വളരെ ഇഴഞ്ഞു നീങ്ങുന്ന അന്വേഷണമാണ് SIT നിന്ന് ഹൈക്കോടതിനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തരി മുമ്പോട്ട് പോകുന്നില്ല. ഈ പറയുന്ന വേണ്ടപ്പെട്ട പ്രതികൾക്ക് എല്ലാവർക്കും ജാമ്യം കിട്ടാനും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി കൊടുക്കുന്ന SIT ആണ്. SITക്ക് ഈ കാര്യത്തിൽ വലിയ പങ്കുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കേണ്ട ആവശ്യമാണ്. അതിപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. അവർ പോലും ഇതിനകത്തൊരു അവിശ്വാസം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ പറയുന്ന വലിയ കൊള്ള സംഘത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചെറിയ മീനുകളെ മാത്രം പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് വാസ്തവത്തിലുള്ള ശബരിമലയിലുള്ളത് അതൊരു കേവലം ഉദ്യോഗസ്ഥന്മാരിൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങൾ മാത്രമാണെന്ന് വിശ്വസിക്കുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക്, മുൻ മന്ത്രിമാർക്ക്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, കോൺഗ്രസിൻ്റെ അധ്യക്ഷയ്ക്ക് അടക്കമുള്ളവരുടെ പങ്ക് ഇക്കാര്യത്തിൽ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെയൊക്കെ കാണാൻ പോയത്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണാൻ പോയി. അതിനുശേഷമാണല്ലോ പുള്ളി KPCC സെക്രട്ടറിയുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇതിനിടയിൽ കേസ് എടുക്കട്ടെ. കേരളത്തിന് മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് സമ്മതിക്കാൻ പറ്റുമോ? എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് ആർക്കറിയാവുന്നത്? ഈ പണം കട്ടള വിറ്റേൻ്റെ പണം കൊടുക്കാമെന്നാണോ പറഞ്ഞതെന്ന് ആർക്കറിയാവുന്നത്? അങ്ങനെ പറയാൻ സാധ്യതയുണ്ടല്ലോ. ഇവർക്കെല്ലാം വളരെ വേണ്ടപ്പെട്ട ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതേപോലെ തന്നെയാണ് സോണിയാഗാന്ധിക്കും. അതിനകത്ത് KC വേണുഗോപാലിൻ്റെ പങ്കന്വേഷിക്കണം, കോൺഗ്രസ് നേതാക്കന്മാരുടെ പങ്കന്വേഷിക്കണം. ഇവരൊക്കെ കൂടിയാണല്ലോ പത്തനംതിട്ടയിലെ MP-യും അതേപോലെ തന്നെ വേറെ ഏതൊരു MP-യും കൂടിയോ സുരേഷ് കൊടിക്കുന്നിൽ, ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് സോണിയാഗാന്ധിയുടെ അടുക്ക് എത്തിച്ചത്.
ഇത് സോണിയാഗാന്ധി കുടുംബപരമായിട്ട് തന്നെ ഇന്ത്യൻ പുരാവസ്തുക്കൾ വിൽപ്പന നടത്തുന്ന കുടുംബത്തിൽപ്പെട്ടവരാണവർ, സോണിയാഗാന്ധി. അപ്പോൾ അതുകൊണ്ട് ഇത് ഇറ്റലിയിലേക്ക് കടന്നിട്ടില്ല എന്ന് ആർക്കറിയാൻ സാധിക്കുക? അതിനകത്ത് കേരളത്തിൻ്റെ കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയ്ക്ക് പങ്കുണ്ടെന്നെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല എന്നെങ്ങനെ പറയാൻ സാധിക്കും? ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം. ഈ അന്വേഷണം ഒരിക്കലും SIT കൊണ്ട് സാധ്യമല്ല. SIT ഇവിടെ ഢാവട്ടത്തിൽ കിടന്നുകൊണ്ടാണ് അന്വേഷിക്കുക. ഇത് ഢാവട്ടത്തിൽ കിടന്ന് അന്വേഷിക്കേണ്ട സാധനമല്ല. ഇതിൻ്റെ അന്തർദേശീയ ബന്ധങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ട്. ഈ ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് വെളിയിലേക്കും ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇതിൻ്റെ കൈകൾ അത്ര ഏറെ നീണ്ടു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. കാരണം കോടിക്കണക്കിന് റുപ്യയുടെ മോഷണമാണ് നടന്നിരിക്കുന്നത്. അത് ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ അതിന് വാതിൽപ്പാളി മോഷ്ടിച്ചു കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് സാധാരണ കള്ളന് നടക്കുന്നതല്ലോ. ഇവരൊക്കെ കൊള്ളക്കാരാണ് വാസ്തവത്തിൽ. ഈ പറയുന്ന കൊള്ള സംഘം അടിച്ചു മാറ്റിയിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്ന നിലയിലേക്ക് മാത്രം ഒരു ആദ്യഘട്ടങ്ങളൊന്നും മാത്രമായിട്ട് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ വിചാരിച്ചാൽ മതി. വിജയകുമാറിന് അതിനകത്ത് ഒരുപാട് വേദനയുണ്ടെന്നൊക്കെ തോന്നുന്നു. കാരണം ചെറിയ കള്ളനായിരിക്കും ചിലപ്പോഴേ, വലിയ കള്ളനായിരിക്കൂല. വലിയ കള്ളൻ ഇപ്പോൾ പുറത്താണല്ലോ. വലിയ കള്ളം പുറത്ത് നിൽക്കുകയാണ്. വലിയ കള്ളന്മാർ പുറത്ത് നിൽക്കുകയാണ്. കള്ളൻ എന്നല്ല, കള്ളന്മാർ പുറത്ത് നിൽക്കുകയാണ്. ആ വലിയ കള്ളന്മാരൊക്കെ ഈ ചെറിയ ആളുകളെ ഇട്ടുകൊടുത്തുകൊണ്ട് ഈ ചെറിയ പരൽമീനെ ഇട്ടുകൊടുക്കുകയാണ് വലിയ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചെറിയ ഇതിനെ ഇട്ടുകൊടുത്തുകൊണ്ട് ഇവരെല്ലാവരും സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രത്തിൽ ഇടതുപക്ഷ വലതുപക്ഷ കോൺഗ്രസ് UDF LDF ആളുകൾ അവർ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ശബരിമലയുടെ വലിയ പ്രശ്നം. ശബരിമലയുടെ കേസിനകത്ത് കക്ഷി രാഷ്ട്രീയമല്ല പ്രശ്നമുള്ളത്. ഇതിനകത്ത് മോഷ്ടാക്കളാണ് പ്രശ്നം. ഇതിനകത്ത് കൊള്ളക്കാരാണ് പ്രശ്നം. ഇതിനകത്ത് UDFിലെ കൊള്ളക്കാർക്ക് പങ്കുണ്ട്, ഇതിനകത്ത് LDFിലെ കൊള്ളക്കാർക്ക് പങ്കുണ്ട്. ഈ പറയുന്ന രണ്ട് കൊള്ളക്കാരും ചേർന്ന് ഈ കാര്യത്തിൽ അവർ ഒന്നിച്ചാണുള്ളത്. ജനങ്ങളെ പറ്റിക്കുകയാണ്. വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യാനുള്ള വലിയൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് പെട്ടുപോകുന്ന ഇത്തരത്തിൽ വിജയകുമാറിനെ പോലുള്ള ആളുകൾ ചിലപ്പോൾ പെട്ടുപോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് പത്മകുമാർ വിട്ടുപോയിട്ടുണ്ട് അതിനകത്ത്. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നെങ്കിലും ഞാൻ മനസ്സിലാക്കിയത് അതിൽ കുടുംബം ഈശ്വരവിശ്വാസികളാണ് ആയിട്ടുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അവിശ്വാസികളായിരിക്കുന്ന ക്ഷേത്ര താല്പര്യങ്ങളില്ലാത്ത ആളുകൾ ഒന്നിച്ചുകൂടി ഹിന്ദു വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഒന്നിച്ചുകൂടിയിട്ട് അതിന് സോണിയാഗാന്ധിയുടെ പേര് പറയേണ്ടി വരും. സോണിയാഗാന്ധി അടക്കമുള്ള ആളുകൾ ഹിന്ദു വിരുദ്ധരാണ് ഇവർ. ഈ ഹിന്ദു വിരുദ്ധരായിരിക്കുന്ന ആളുകൾ ഒന്നിച്ചു കൂടിയിട്ട് ശബരിമലയിലെ മോഷണം ആ മുതൽ കൊള്ളയടിച്ചതല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കുക? എന്തിനാണ് ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടത്? എന്തിനാണ് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാണ് കേരളത്തിന് മുഖ്യമന്ത്രിയെ കണ്ടത്? ഈ രണ്ടുപേരുമായിട്ട് ഷെയറിൻ്റെ കാര്യത്തിലാണോ തർക്കിച്ചത്, സംസാരിച്ചത് എന്നുള്ളത് പൊതുസമൂഹത്തോട് വ്യക്തമാക്കണം. അല്ലാണ്ട് ഞങ്ങൾ കണ്ടില്ല, എൻ്റെ കൂടെ കൊടിക്കുന്നിലുണ്ടായിരുന്നില്ല, എൻ്റെ കൂടെ ആൻ്റണി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ KC വേണുഗോപാലൊക്കെ പറഞ്ഞാലും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇവരെ എത്തിച്ച കാര്യത്തിൽ KC വേണുഗോപാലിൻ്റെ പങ്ക് അന്വേഷിക്കേണ്ടതാണ്. ഒരു സംശയക്കരുതിലില്ല. ഇവരെക്കുറിച്ചൊക്കെ അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെ ഈ ഇടനിലക്കാരായിട്ട് നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയിലേക്കും ഇന്ത്യ മുന്നണിയുടെ ചെയർപേഴ്സണിലേക്ക് പ്രധാനപ്പെട്ട ആളുകളിലേക്കൊക്കെ ഈ ആളുകളെ എത്തിച്ച കാര്യത്തിൽ ഇവർക്കൊക്കെ വലിയ പങ്കുണ്ടാവേണ്ടതാണ്. രാഹുൽ ഗാന്ധിയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? പ്രിയങ്ക ഗാന്ധിയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ്? ഇവർക്ക് നിലപാടുകൾ വ്യക്തമാക്കണ്ടേ? അല്ലാണ്ട് കേവലം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തോന്നിയിട്ട് ഇവർ സോണിയാഗാന്ധി പോയി കണ്ടതൊന്നുമല്ലല്ലോ. കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. അതിന് കേരളത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്ന് വിജയകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, അയാൾ ചെന്നിട്ട് സറണ്ടർ ചെയ്തതിൻ്റെ പേരിലാണത്. അയാൾ മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിക്കുന്നു, അയാൾ പോയി സറണ്ടർ ചെയ്യുന്നു. പക്ഷേ ശങ്കർദാസ് അത് ചെയ്തിട്ടില്ല. ശങ്കർദാസിനെ സംബന്ധിച്ച് ഈ കേസിൽ താൻ കുറ്റവാളിയാണെന്ന് അയാൾക്ക് ഉറച്ച ബോധ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാൾ മുൻകൂർ ജാമ്യാപേക്ഷ ഒന്നും അയാൾ പിൻവലിച്ചിട്ടില്ല. അത് തള്ളുമ്പോൾ തള്ളിക്കോട്ടെ എന്നുള്ള മട്ടിൽ അയാൾ പോണേ. ആ തള്ളുമ്പോൾ തള്ളിക്കോട്ടെ, ആ തള്ളുന്ന സമയത്ത് ഞാൻ എന്താ വേണമെന്ന് ചെയ്തോളാം. അയാൾ സ്ഥലത്തുണ്ടോ എന്ന് ആർക്കറിയില്ല, നാട്ടിലുണ്ടോ, അയാൾ വിദേശത്താണോ, ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോയിട്ടുണ്ടോ, അയാൾക്ക് പോകാനുള്ള സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് കേരളത്തിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനയക്ക് വലിയ ബന്ധങ്ങൾ അവിടെയുണ്ട്. അയാളുടെ മകനടക്കമുള്ള DIG എന്നൊക്കെ പറഞ്ഞ മകനടക്കമുള്ള ആളുകളുണ്ട്. അവരെ എല്ലാം വച്ചുകൊണ്ട് ഈ പറയുന്ന കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കൊള്ളസംഘങ്ങളുടെ ആസൂത്രിതമായിട്ടുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാവുന്നത്. ശരിക്കതാണത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. സഹായം വേണ്ടത് വളരെ നിസ്സാരമായൊരു സഹായമാണ്. നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുമ്പോൾ ഇന്ത്യ ലൈവ് എന്നുള്ളതിൻ്റെ IND എന്നുള്ള ആ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു ബാർ
തെളിഞ്ഞു വരും. അതിലൊന്ന് വിരലമർത്തി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ദയവായി നിങ്ങളുടെ സഹായം ഇന്ത്യ ലൈവിന് തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.